ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് ഇറ്റ് മൈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. പിണ്ടിയും ചെറുപയറും കൊണ്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. പിണ്ടി നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് പിണ്ടി കഴിക്കുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പിണ്ടി കൊണ്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് കണ്ടു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പിണ്ടിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലൊരു പിണ്ടി കഷ്ണമാണ്. ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 2.5 കപ്പ് പിണ്ടി കാണും. ഞാൻ പിണ്ടി ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അറിയാത്തവർ അത് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി വേണ്ടത് 1/4 കപ്പ് ചെറുപയറാണ്. ചെറുപയർ ഞാനിവിടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഈ കറിക്കൊരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങ ചിരവിയത്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, മുളക് പൊടി, പച്ചമുളക്. മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് അരക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കടുക് വറുത്തിടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ, കറിവേപ്പില, ഉണക്കമുളക്, കടുക്, ചെറിയ ഉള്ളി. ആദ്യം നമുക്ക് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം. കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു സ്റ്റൗവിൽ വെച്ച് ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. 3 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ട കുക്കറാണ്. സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്കത് തുറന്ന് പാകത്തിന് പയർ വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. പിണ്ടി ഞാനിവിടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിണ്ടി ക്ലീൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർ ആ വീഡിയോ കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന പിണ്ടി നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുക്കർ മൂടി 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്ത പിണ്ടി നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കറി ഒന്ന് നന്നായിട്ട് തിളക്കാൻ അനുവദിക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് മൂടി ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇപ്പോൾ 2-3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാൻ തുറന്നതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഈ കറി നന്നായിട്ടൊന്ന് കുറുകാനായിട്ട് അനുവദിക്കണം. ഇടയ്ക്ക് ഒന്ന് മൂടി മാറ്റി നമ്മൾ ഇളക്കി കൊടുക്കണം. ഉപ്പെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കണം. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കാം. ഉള്ളിയെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കടുക് വറുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പിണ്ടി ചെറുപയർ കറി റെഡിയായി കഴിഞ്ഞ് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമാണ്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും.
ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.